വാർത്തകൾ വിശദമായി. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി നീട്ടി. 21 വരെയാണ് നീട്ടിയത്. കേസിൽ പരാതിക്കാരിയെ കക്ഷി ചേർത്തു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റ് തടഞ്ഞുള്ള ഹൈക്കോടതി നീട്ടിയിട്ടുണ്ട്. 21 വരെയാണ് നീട്ടിയിരിക്കുന്നത്. കേസിൽ പരാതിക്കാരിയെയും കക്ഷി ചേർത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിന് ആശ്വാസമായ ഒരു നടപടിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റ് നേരത്തെ ഹൈക്കോടതി തടഞ്ഞിരുന്നു. ആ നടപടി നീട്ടിയിരിക്കുകയാണ്. ഈ മാസം 21 വരെയാണ് അറസ്റ്റ് തടഞ്ഞത് നീട്ടിയിരിക്കുന്നത്. 21 ശേഷം വീണ്ടും ഈ ഹർജി പരിഗണിക്കും. എന്തായാലും കേസിൽ കക്ഷി ചേരാനായി അതിജീവിത നേരത്തെ അപേക്ഷ നൽകിയിരുന്നു ഹൈക്കോടതിയിൽ. ആ അപേക്ഷ കോടതി സ്വീകരിച്ചു. പരാതിക്കാരിയെ കോടതി കക്ഷി ചേർത്തിട്ടുണ്ട്. യുവതിയെ ബലാത്സംഗം ചെയ്ത് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിച്ചെന്ന കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതി ചേർത്തത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ജാമ്യാപേക്ഷ നേരത്തെ സെഷൻസ് കോടതിയിൽ നൽകിയത്. എന്നാൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഈ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. പിന്നീട് ഹൈക്കോടതി ജാമ്യ ഹർജിയിൽ തീരുമാനമുണ്ടാകുന്നവരെ അറസ്റ്റ് തടയുകയായിരുന്നു എന്നതാണ് പറഞ്ഞത്. അതിനുശേഷം അറസ്റ്റ് തടഞ്ഞ നടപടി നീട്ടുകയും പിന്നീട് ഇപ്പോൾ വീണ്ടും പരിഗണിച്ചപ്പോൾ നീട്ടുകയും ചെയ്തു. നിലവിൽ 2 കേസുകളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായത്. ആ രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിന് ജാമ്യം ലഭിച്ചിരുന്നു. ആദ്യ കേസിൽ പരാതിക്കാരിയുടെ എല്ലാ വാദങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് കീഴ്ക്കോടതി രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ജാമ്യ ഹർജി തള്ളിയത്. അതിനുശേഷമാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. തുടർന്ന് അറസ്റ്റ് താൽക്കാലികമായി തടയുകയായിരുന്നു. അതിന് പിന്നാലെയാണ് കേസ് പരിഗണിച്ച ഘട്ടത്തിൽ അറസ്റ്റ് തടഞ്ഞ നടപടി നീട്ടിയിട്ടുള്ളത്. രാഹുലിനെതിരായ ആദ്യ കേസിൽ കീഴ്ക്കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. കേസിൽ പരാതിക്കാരി തന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്റെ ഭാഗം കൂടി കേൾക്കണം എന്നാണ് പരാതിക്കാരിയുടെ ആവശ്യം. ഗർഭഛിദ്രത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ച മരുന്ന് കഴിച്ച് യുവതി അതീവ ഗുരുതരാവസ്ഥയിലായെന്നും രാഹുലിന് ജാമ്യം അനുവദിക്കരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ശക്തമായി പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയെ എല്ലാ ഘട്ടത്തിലും എതിർത്തിരുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം മാത്രമാണ് തമ്മിലുണ്ടായതെന്നും നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്നത് കെട്ടിച്ചമച്ച കഥയെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു വാദമെന്ന് പറയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തലിന് ആശ്വാസമായ ഒരു നടപടി തന്നെ ആണ് എന്നാണ് കാണേണ്ടത്. എന്തായാലും അറസ്റ്റ് തടഞ്ഞ നടപടി നീട്ടിയിരിക്കുകയാണ്. ഈ മാസം 21 വരെയാണ് അറസ്റ്റ് തടഞ്ഞത് നീട്ടിയിരിക്കുന്നത്. കേസിൽ പരാതിക്കാരിയെ കക്ഷി ചേർത്തു എന്നതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തലിന് ആശ്വാസമെന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നു. ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി നീട്ടിയിരിക്കുകയാണ് ഹൈക്കോടതി. അതോടൊപ്പം തന്നെ കേസിൽ പരാതിക്കാരിയെ കക്ഷി ചേർത്തു. ശരി, വ്യക്തമാണ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റ് തടഞ്ഞത് ഹൈക്കോടതി നീട്ടിയിട്ടുണ്ട്. 21 വരെയാണ് നീട്ടിയിരിക്കുന്നത്. കേസിൽ പരാതിക്കാരിയെയും കക്ഷി ചേർത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് KC ഉണ്ണികൃഷ്ണനാണ്.